എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും EMI സൗകര്യത്തോടെ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ. നന്മ കമ്മ്യൂണിക്കേഷൻസ്, കൊടുങ്ങല്ലൂർ. കൊടുങ്ങല്ലൂരിൽ നഗരസഭാ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തിയ വനിതാ മാധ്യമ പ്രവർത്തകയെ നഗരസഭാ ചെയർപേഴ്സൺ ഭീഷണിപ്പെടുത്തി ഇറക്കിവിട്ടു. പ്രാദേശിക ചാനലായ ACVയുടെ ക്യാമറ വുമൺ പ്രഭയോടാണ് ചെയർപേഴ്സൺ TK ഗീത അപമര്യാദയായി പെരുമാറിയത്. കോട്ടപ്പുറത്തെ മാലിന്യ സംസ്കരണ കേന്ദ്രവുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് TS സജീവൻ സംസാരിക്കുന്നതിനിടയിലായിരുന്നു സംഭവം. തന്റെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ ചെയർപേഴ്സൺ ഇറങ്ങിപ്പോകാൻ ആക്രോശിക്കുകയായിരുന്നു. ചെയർപേഴ്സന്റെ നടപടിയിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷാംഗങ്ങൾ യോഗം ബഹിഷ്കരിച്ച് ചെയർപേഴ്സന്റെ ചേംബറിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. വനിതാ മാധ്യമ പ്രവർത്തകയോട് അപമര്യാദയായി പെരുമാറിയ ചെയർപേഴ്സൺ TK ഗീത മാപ്പ് പറയണമെന്ന് പ്രതിപക്ഷ നേതാവ് TS സജീവനും കോൺഗ്രസ് കൌൺസിലർ VM ജോണിയും ആവശ്യപ്പെട്ടു. ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭയിലെ കൌൺസിൽ അവസാനിക്കാൻ നേരത്തെ കൊടുങ്ങല്ലൂർ നഗരസഭയോട് ബന്ധപ്പെട്ടിട്ടുള്ള മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ചെയർപേഴ്സണും ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നൽകിയ തെറ്റായ വിവരം കൗൺസിലിൽ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കലേ ഏഷ്യാനെറ്റിന്റെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ ACVയുടെ ചാനൽ റിപ്പോർട്ടർ ഇവിടെ കിടന്നു വന്നപ്പോൾ ചെറിയൊരു പെൺകുട്ടി അവരെ പിണറായി വിജയൻ നിയമസഭയിലും അതുപോലെ തന്നെ പുറത്തു വെച്ചും പത്രധർമ്മങ്ങളെ കനിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളെ എങ്ങനെയാണ് ധിക്കാരപൂർവം കിടക്കുപുറത്ത് നിന്ന് ധിക്കാരപൂർവം പറഞ്ഞത്, അതിലും അല്പം കടന്ന് ചെയർപേഴ്സൺ ആ പെൺകുട്ടിനെ ചെയർപേഴ്സന്റെ ആ സീറ്റിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് കടക്ക് പുറത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടിനെ ഭീഷണിപ്പെടുത്തി കൗൺസിലിന്റെ പുറത്തേക്ക് ഇറക്കി വിടുകയും ചെയ്ത്. ഇത് വളരെ ധിക്കാരപരമാണ്. ജനാധിപത്യ രീതിയിൽ പത്രമാധ്യമങ്ങൾക്ക് കിട്ടേണ്ട സ്വാതന്ത്ര്യം, അവർ ചെയ്യേണ്ട റിപ്പോർട്ടുകൾ ഈ കൗൺസിലിനകത്ത് നിരവധി വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പൊ ഇവര് ഏകാധിപത്യ രീതിയിലുള്ള ഇവര് പറയുന്ന മാധ്യമങ്ങൾക്ക് കൊടുക്കുന്ന വാർത്തകൾ മാത്രം വരാൻ പാടുള്ളൂ. ജനാധിപത്യ രീതിയിൽ പ്രതിപക്ഷം പറയുന്ന കാര്യങ്ങൾ വരാൻ പാടില്ല. ഇത് തന്നെയാണ് കാലങ്ങളായിട്ട് കൊടുങ്ങല്ലൂർ നഗരസഭയിൽ നടക്കുന്നത്. ഇത് ഞങ്ങളോട് ചെയ്തിരുന്നത് ഇപ്പൊ പത്രങ്ങളോടും അവർ ചെയ്യാനായിട്ട് തയ്യാറായിരിക്കുകയാണ്. അവര് ധാർഷ്ട്യത്തിലാണ് അവർ പോകുന്നത്. ഏത് വിഷയം എടുത്തു നോക്കിയാലും അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ അവർ സംസാരിക്കും കൗൺസിലില്, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങൾ കൗൺസിലിൽ പാസ്സാക്കും, അവർക്ക് താല്പര്യമുള്ള വിഷയങ്ങളാണെങ്കിൽ മുന്നോട്ട് കൊണ്ടുപോകും. ഈ സ്ഥിതിയിലാണ് ഇവിടെ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ പത്രമാധ്യമങ്ങളെ പോലും കൗൺസിലിന്റെ അകത്തേക്ക് കയറ്റാതെ ഏകാധിപത്യ രീതിയിൽ പിണറായി സർക്കാരിന്റെ പിണറായിയുടെ നടപടിക്രമങ്ങളാണ് ഈ കൗൺസിലിൽ നടപ്പിലാക്കാൻ പോകുന്നത്. ഇത് അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇത് അനുവദിച്ചു കൊടുക്കാൻ പ്രതിപക്ഷത്തിന് കഴിയില്ല. ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ആർക്കും കഴിയില്ല. അതിന്റെ പേരിൽ കൗൺസിലിൽ ഇറങ്ങി പോകുന്നുണ്ട്. ശക്തമായ സമരപരിപാടിയുമായിട്ട് BJP കൗൺസിലർമാർ മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇനി കൗൺസിലില് ചെയർപേഴ്സൺ മാപ്പ് പറയാണ്ട് ഇത്തരം കാര്യങ്ങളുമായി മുന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടിയും കൗൺസിലർമാരും ശക്തമായ സമരപരിപാടിയായി മുന്നോട്ട് പോകും. ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇത് കൗൺസിലിനകത്ത് തന്നെ, കൗൺസിലിനകത്തുണ്ടായ ഒരു വിഷയമാണ്. കൗൺസിലിന്റെ അകത്ത് തന്നെ ഇത് പത്രമാധ്യമ സ്വാതന്ത്ര്യത്തിനെതിരെ ചെയർപേഴ്സൺ പെരുമാറിയത് തെറ്റായെന്നും അത് മാപ്പ് പറയാനായിട്ട് ചെയർപേഴ്സൺ തയ്യാറാവണമെന്നാണ് ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത്. അത് കൂടാതെ തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച് മാലിന്യ സംസ്കരണ യൂണിറ്റിനോട് ബന്ധപ്പെട്ട് ഇന്ന് 2 മണിക്ക് എന്നെ വിളിച്ചിട്ടില്ല. അവരൊരു എഗ്രിമെന്റ് വെക്കാൻ പോകുന്നു ഭൗമ കേന്ദ്രമായ കമ്പനിയുമായിട്ട് ആ സംസ്കരണ യൂണിറ്റിനെ ബന്ധപ്പെട്ടുള്ളത്. ഇവര് തന്നെയാണ് കഴിഞ്ഞ ദിവസം നിങ്ങളെ വിളിച്ച് പറഞ്ഞത് ഇത് ഞങ്ങള് എല്ലാ വാർഡുകളും വിളിക്കുന്ന അനുസരിച്ച് ഈ സംസ്കരണ യൂണിറ്റ് പ്രവർത്തിക്കണമെന്ന്. എഗ്രിമെന്റ് ഇന്ന് 2 മണിക്ക് വെക്കാനായിട്ട് അതിന്റെ ഒരു ചർച്ച വെച്ചിരിക്കുകയാണ്. അപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കല്ലേ? പ്രതിപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങള് ജനാധിപത്യ രീതിയിൽ ഭരിക്കുന്ന ആളുകൾ തെറ്റായ കാര്യങ്ങൾ ചെയ്യണമെങ്കിൽ സൂചിപ്പിക്കാനുള്ള അല്ലെങ്കിൽ ചൂണ്ടിക്കാണിക്കാനുള്ള അധികാരം പ്രതിപക്ഷത്തിനുണ്ട്. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലാണ് ഇവർ ചെയ്യുന്നത്. ഈ രീതിയിലാണ് ഇവർ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അതിന് ശക്തമായ സമര പരിപാടിയുമായിട്ട് മുന്നോട്ട് പോകുന്നതാണ് ഭാരതീയ ജനതാ പാർട്ടിക്കും കൗൺസിലർമാർക്കും സൂചിപ്പിക്കാനുള്ളത്. ഇന്ന് കൊടുങ്ങല്ലൂർ നഗരസഭ കൗൺസിൽ യോഗം നടക്കുന്നതിന്റെ ഇടയിൽ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് നമ്മുടെ ACVയുടെ ക്യാമറമാൻ കുട്ടി അതിനകത്തേക്ക് സ്വാഭാവികമായിട്ട് പത്രപ്രവർത്തകർ കയറും, പത്രപ്രവർത്തകർ വീഡിയോ കൊടുക്കും. പത്ര സ്വാതന്ത്ര്യം അത് കൗൺസിലുള്ള കാലത്തുള്ള നിയമം പ്രശ്നമില്ല. പക്ഷെ വളരെ ധിക്കാരപൂർവ്വം ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നത്, വളരെ ധിക്കാരപൂർവ്വം പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്ന സമയത്ത് കയറി വന്ന ഒരു കുട്ടിയോടും അതൊരു പെൺകുട്ടി ഒരു ക്യാമറമായി വന്നപ്പോൾ ആ കുട്ടിയോട് ധിക്കാരപൂർവ്വം അവരെ ബലമായിട്ട് ധിക്കാരപൂർവ്വം കൗൺസിലുകളിൽ നിന്ന് ഇറക്കി വിട്ടു.
ഒരിക്കലും അന്ന് ആ കുട്ടിയോട് വിളിച്ച് എന്തെങ്കിലും നിയമപ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടിയോട് വിളിച്ച് ചെയർപേഴ്സൺ പറഞ്ഞമായിരുന്നു, കുട്ടി ഇന്ന് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതിനൊക്കെ എന്തെല്ലാം സാമാന്യം വരുന്നുണ്ട്. ഒരു പെൺകുട്ടിയോടാണ് പത്രപ്രവർത്തകയോട് കാണിച്ച ഈ അനീതിക്ക് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്രയും ധാർഷ്ട്യമൊന്നും പാടില്ല. ഇത് പിണറായി വിജയന്റെ നിയമസഭയിലെ കൊടുങ്ങല്ലൂർ നഗരസഭ ഹാളാണ്. ഇവിടെ ചെയ്തതിലൂടെ ശക്തമായ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തി. ചെയർപേഴ്സന്റെ പിണറായി ധാർഷ്ട്യം അവസാനിപ്പിക്കുക. ചെയർപേഴ്സന്റെ പിണറായി അവസാനിപ്പിക്കുക. മാധ്യമ പ്രവർത്തകയോട് മാപ്പ് പറയുക.